നമസ്കാരം. മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ, ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്ത ഒരു സംരംഭകനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. മിസ്റ്റർ VP നന്ദകുമാർ, മണപ്പുറം ഗ്രൂപ്പ് CEO. സർ, സ്വാഗതം. ശരിക്കും മണപ്പുറം ഇന്ന് പലതിൻ്റെയും പര്യായമാണ്. അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ പ്രൊഫഷണലിസം, വിശ്വാസം, എല്ലാത്തിൻ്റെയും ഒരു പര്യായമാണ്. സാർ എങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു വലിയ സംരംഭത്തിൻ്റെ ആ ഒരു വഴിയിലെത്തിയത് ശരിക്കും? അപ്പോൾ ഞാൻ ആരംഭിക്കുന്നത് 2 ജീവനക്കാർ വെച്ചിട്ടാണ്. ഒരു 200 സ്ക്വയർ ഫീറ്റിൽ ഒരു ചെറിയ ക്യാപിറ്റൽ. അപ്പോൾ ചെറിയ ക്യാപിറ്റൽ ഇടുമ്പോൾ പെട്ടെന്നൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓരോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ പിന്നിൽ 100% നമ്മൾ മാനസികമായിട്ടുണ്ടാവും. അതെങ്ങനെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എല്ലാം ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ പലപ്പോഴും പലതും നമ്മുടേതായിട്ടൊരു മോഡലിൽ തുടങ്ങാനൊരു അവസരം കിട്ടും. അപ്പോൾ അങ്ങനെ തുടങ്ങി. എപ്പോഴും ഞാനൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നത് പിന്നീട് എപ്പോഴും ചെറുപ്പക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ചെറുപ്പമാകുമ്പോൾ നമുക്ക് പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ക്യാച്ച് ദം യങ്. കാരണം അപ്പോൾ ഫോർമലായിട്ട് ഒരു ഉയർന്ന എഡ്യൂക്കേഷനൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ കൊണ്ടുപോകേണ്ട വഴിക്ക് അവരെ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല റീറ്റെയിൻ ചെയ്യാനും പറ്റും. നമ്മളൊരു പ്രൊഫഷണലിനെ എടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ ആ പ്രൊഫഷണലിൽ ഇതിന് എപ്പോഴും ആളുടേതായിട്ടുള്ളൊരു അംബീഷൻ ഉണ്ടാവും അയാളുടെ. അപ്പോൾ അയാൾ ചിലപ്പോൾ നിന്നൊന്നുമില്ല. പക്ഷേ നമുക്കപ്പോൾ ഒരു ബിസിനസ് കണ്ടിന്യൂയിറ്റിക്ക് ഒരു ചലഞ്ചാണ്. ഇങ്ങനെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എപ്പോഴും അവരെ പിന്നീട് പഠിപ്പിക്കാനും അവർക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കാനും ഒക്കെ ഉള്ളൊരു ശ്രമം എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ മാത്രമല്ല, അന്ന് ഈ ഗ്രാമത്തിലായതുകൊണ്ട് നോളജ് ഇല്ല, ഉള്ള ആളുകളില്ല. അപ്പോൾ അതിനെ കോർപ്പറേറ്റൈസ് ചെയ്യണം, കമ്പനി ആക്കുമ്പോൾ അതിന് നോളജ് ഇല്ല. കമ്പനി ആക്കുമ്പോൾ എനിക്കൊരു 3 കൊല്ലം കൊണ്ട് തന്നെ അത് ലിസ്റ്റ് ചെയ്യണം. കാരണം ക്യാപിറ്റൽ കൊണ്ട് തന്നെ ലിസ്റ്റ് ചെയ്യണം. ആ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കാലത്ത് 90s ഇതൊക്കെ കേരളത്തിൽ ലിസ്റ്റഡ് കമ്പനികൾ എന്ന് പറയുന്നത് ഒരു കൈയിൻ്റെ വിരലിലെണ്ണാവുന്ന ലിസ്റ്റഡ് കമ്പനികൾ പോലും ഇല്ല. അപ്പോൾ അതിന് സക്സസ്ഫുൾ മോഡലുകളും ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ പഠിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ പഠിക്കാനും, അപ്പോൾ അങ്ങനെ വേണ്ടി വന്നപ്പോൾ തന്നെ ഞാനും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനും, IIM-ലും അവിടെ ഇവിടെയൊക്കെ പോയി നിരന്തരമായിട്ട് പഠിക്കാനും, കാരണം അത് കാര്യങ്ങളും ഐഡിയാസും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തന്നെ ഒരു നെറ്റ്വർക്കിങ് വളരെ അത്യാവശ്യമാണ്. കാരണം അതിൽ കൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. സാറിൻ്റെ ഒരു വിഷനിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സർവ്വസ്വാതന്ത്ര്യം എന്നാണ് സാർ തന്നെ കൽപ്പിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്നത് ഹൈലി പ്രൊഫഷണൽസിനെ മാത്രം കമ്പനിയിൽ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. പക്ഷേ സാർ അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ, നമ്മളിപ്പോൾ ഇവിടെ തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോഡൗണിൽ വർക്കിന് വന്ന ആളിനെ പോലും നമ്മൾ നമ്മളായിട്ട് തന്നെ പഠിപ്പിച്ചെടുത്ത് വലിയ നിലയിലെത്തുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു വിദ്യാഭ്യാസത്തിന് അത്രയും ഊന്നൽ കൊടുത്തുകൊണ്ട് സാറിന് പറ്റുന്നത്? നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ഇല്ലാതെ പറ്റില്ല, മസ്റ്റാണ്. പക്ഷേ എഡ്യൂക്കേഷനൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരിക്കൽ ആർട്ടിക്കിൾ വായിച്ചതെന്താ വെച്ചാൽ, 2000 മുമ്പ് IIT പോലുള്ള പ്രീമിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, IIT-യിലൊക്കെ പഠിച്ച സ്ത്രീകളുടെ മാത്രം വെറും 6% മാത്രമേ ഇന്ന് വർക്ക് ചെയ്യുന്നുള്ളൂ പറയുന്നത്. ഇത് ഞാൻ 2 കൊല്ലം മുമ്പ് വായിച്ചൊരു ഡാറ്റയാണ്. ആ ഡാറ്റ കൊടുത്തിട്ട് പലരും പല ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ് അവസാനം ഹോം മേക്കർ എന്നുള്ളതിലേക്ക് മാറി. പലരും ആ ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നില്ല. ഒരാളെ ഗ്രാജുവേറ്റ് ആയിട്ട് എടുത്താലും അവർക്ക് വി ഹാവ് ടൈഡ് അപ്പ് വിത്ത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി ഫോർ ദെയർ MBA പ്രോഗ്രാം. എന്നാലും മാത്രമല്ല, അവർക്ക് ഒരു ലെവൽ കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് കിട്ടണമെങ്കിൽ ആനുവൽ ഇൻക്രിമെൻറ്റ് കിട്ടണമെങ്കിൽ ആനുവലായിട്ട് സർട്ടിഫിക്കേഷൻസ് റിക്വയർഡാണ്. ജനറൽ മാനേജറിൻ്റെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്
കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗുണം അവർക്ക് തന്നെയാണ് പ്രൈമറിലി, കമ്പനിക്കുമുണ്ട്. കാരണം കണ്ടിന്യൂയിങ് ലേണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു GM ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളൊരു 5 കൊല്ലം കൊണ്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ലൈക്ക് IIMs, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് വാർട്ടൺ, ഹാർവാർഡ്, ഇതിൽ നിന്നൊക്കെ പല പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഡിപ്ലോമാസൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അവരുടെ ഏരിയയിൽ. ഇപ്പോൾ IT ആണെങ്കിലും അങ്ങനെയാണ്. അവർക്ക് പ്രീമിയർ ആയിട്ടുള്ള അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിൽ നിന്ന് അതാത് ഏരിയയിൽ സർട്ടിഫിക്കേഷൻ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ HR വാല്യൂ കൺസിസ്റ്റൻ്റ്ലി ഇൻക്രീസ് ചെയ്യാൻ അവരറിയാതെ. പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കുമ്പോൾ നമുക്കതൊരു പഠിപ്പിനൊരു പ്രശ്നം തോന്നില്ല. ഇപ്പോൾ IIMs, IITs ഒക്കെ അവിടെയൊക്കെ 24 hour ലേണിംഗ് ആണ്. ഇപ്പം ഞാൻ ഒരിക്കൽ ഏറ്റവും എൻ്റെ വളരെ കൊല്ലങ്ങൾ മുമ്പ് IIMലൊരു പ്രോഗ്രാമിന് പോയി, IIM അഹമ്മദാബാദിൽ. അപ്പം ഞാൻ രാവിലെ രാത്രി തന്നെ ഒരു 12 മണിയായിട്ട് നോക്കുമ്പോഴും ക്യാമ്പസ് വളരെ ആക്റ്റീവാണ്. കാരണം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസും ഫാക്കൽറ്റീസ് അടക്കം ലൈബ്രറി പോകുന്നു, അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ലൈബ്രറി 2 മണിക്ക് നോക്കിയാൽ ആക്റ്റീവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എന്തുകൊണ്ടാണ് അവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ അവിടെ ആ എൻവയൺമെൻറ്റ്, ആ ക്യാമ്പസ് തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കൊരു പ്രശ്നം തോന്നുന്നില്ല, കാരണം പിയർ പ്രഷറുണ്ട്. അതുപോലെ ഇവിടെയും ആ എൻവയൺമെൻറ്റ് അങ്ങനെ ആക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവരും. അല്ലെങ്കിൽ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഇതിൽ പലരും എൻ്റെ സെക്യൂരിറ്റി അടക്കം MBA, അങ്ങനെ ഒരു +2 കഴിഞ്ഞു, BBA കഴിഞ്ഞു, MBA കഴിഞ്ഞു, നമുക്ക് പ്രൊമോഷൻ കൊടുത്തു. അതെങ്ങനെയാണ് സാറിന് ശരിക്കും സാധാരണ അങ്ങനെ ആളുകൾ ഒരു ബിസിനസ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾ എടുക്കുകയാണെങ്കിൽ പോലും അത്തരത്തിലൊരു ചിന്തയിലോട്ട് വരില്ല. അപ്പം നമ്മുടെ ഇവിടെ വരുന്ന എല്ലാവർക്കും എഡ്യൂക്കേഷൻ വേണം, അല്ലെങ്കിൽ എല്ലാവർക്കും കഴിവുള്ളവർക്ക് അവരുടെ ആഗ്രഹിച്ച രീതിയിൽ എത്തണം എന്നുള്ള ഒരു വിഷൻ്റെ സാർ എങ്ങനെ എത്തിയത്? എഡ്യൂക്കേഷൻ ഞാൻ ഒന്നാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണുണ്ട്. ഞാൻ എൻ്റെ ഫാമിലുള്ള വർക്കേഴ്സിനടക്കം ട്രെയിനിങ് കൊടുത്ത് അവരെ പഠിക്കാത്തവരെ ആദ്യം ഒരു 8th സ്റ്റാൻഡേർഡ് ആക്കി, പിന്നെ 10ാം ക്ലാസ് 10th ഇപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അവരതാക്കി. പലരും അത് പാസ്സായി. ചില ആൾക്കാർക്ക് അതിൽ നിന്ന് ഇവിടെ ഓഫീസിലേക്ക് മാറ്റി അവരെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാക്കി. അപ്പോൾ കാരണം ഒരു ആൾ എഡ്യൂക്കേറ്റഡ് ആയാൽ ആ കുടുംബത്തിൽ തന്നെ നന്നായി. ഇവിടെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ അവരുടെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ളവരെക്കാൾ മക്കളേക്കാൾ കൂടുതൽ CA വേഗം പാസ്സാവാൻ പോണത് ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ മക്കളാണ് CA. കാരണം എന്താ വെച്ചാൽ ഇവരെക്കാളും ആ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയുള്ള ഗുണം ഈ ഹൗസ് കീപ്പിംഗ്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് ആദ്യമേ തന്നെ മക്കളെ അങ്ങനെ ആക്കണം എന്നുള്ള ഒരു ഞാൻ കേട്ടിട്ടുണ്ട് സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാ CA എന്ന് പറയുന്നതൊക്കെ ഹൈലി എന്താ പറയാ ഫിനാൻഷ്യൽ സൗണ്ട് ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫാമിലി എന്നാണ്. അപ്പൊ ആ ഒരു ചിന്തയൊക്കെ സാറിന് ഇടുന്നത് ഇപ്പൊ താഴെ തട്ടുള്ളവരും CA അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആവണം. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മണപ്പുറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊഫഷണൽ അക്കാഡമി ഉണ്ട്, അതിൽ CS ആണ്. നമുക്ക് ഈ ലോക്കലായിട്ടുള്ള പിള്ളേരാണ്. ഇതിലിപ്പോൾ പലരും ഇപ്പോൾ അടുത്ത ഒരു ഡ്യൂട്ടി പാസ്സായി, ബാക്കിയുള്ളവർ ഇപ്പോൾ അധികം കാലമായിട്ടില്ല തുടങ്ങിയിട്ട്. ഒരു ഈ മെയ്യോടുകൂടി അല്ലെങ്കിൽ ഇതിലൊക്കെ കുറേ പിള്ളേർ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ഈ പാവപ്പെട്ട, കാരണം അങ്ങനെ ഒരാൾ വന്നാൽ ആ കമ്മ്യൂണിറ്റിയിലും ലിവിങ് കമ്മ്യൂണിറ്റി, ലിവിങ് എൻവയൺമെൻറ്റ്, ആ ഒരു ഇതിൽ തന്നെ വലിയൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ ഒരുപക്ഷെ അവൻ കാണുന്നത് അവൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നതിൽ നിലനിൽപ്പിന് വേണ്ടി തുടങ്ങുന്നുണ്ടാവാം. ഇനി അതും അല്ലെങ്കിൽ കുടുംബത്തിൽ ഓൾറെഡി പൈസയുണ്ട്, സോ ഇനി അടുത്തതായിട്ട് എഡ്യൂക്കേഷനിലെല്ലാം തോറ്റിട്ടായിരിക്കും ഒരു പക്ഷേ, അല്ലാന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി ബിസിനസ് തുടങ്ങുന്നവന്മാരുണ്ട്. ഈ 2 കാറ്റഗറി ഉണ്ട്. വിജയസാധ്യത 2 പേരിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏകദേശം ഒരുപോലെയാണ്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി ഇല്ല.
ബിസിനസ് തുടങ്ങുമ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതേപോലത്തെ ബിസിനസ് ഓൾറെഡി ഉണ്ട്. കാരണം ഇപ്പം അങ്ങനെയാണ്. ഇപ്പം നമുക്ക് പണ്ട് എന്ന് പറയുമ്പം ശരിക്കും സാറിൻ്റെ ഒരു കാലഘട്ടത്തിൽ സാറെല്ലാം ഒരു വഴി ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. സാറിനെ ഫോളോ ചെയ്തിട്ടാണ് പലരും വന്നിട്ടുള്ളത്. അപ്പോൾ സ്വർണ്ണ പണയം എന്ന് പറയുന്ന ഒരു ആശയം പോലും ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ മിനിമത്തിൽ നിന്നിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് സാർ ഉണ്ടാക്കിയൊരു സാധ്യതയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാത്തിനും സാധ്യതകൾ കണ്ട് ഓൾറെഡി ജനറേറ്റഡ് ആണ്, ഓൾറെഡി ഡെവലപ്ഡ് ആണ് അത്തരം ബിസിനസ്സുകൾ. അപ്പോൾ പറയുന്നൊരു വേർഡാണ് ഓപ്പർച്യൂണിറ്റി ഇല്ല. സാറിന് തോന്നിയിട്ടുണ്ടോ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത്? അതെന്നും പറയുന്നതാണ്, ഞാനത് തുടങ്ങുമ്പോഴും പറയുന്നതാണ്. കാരണം ഓപ്പർച്യൂണിറ്റീസ് അൺലിമിറ്റഡ് ആണ്, അതിന് ബാരിയേഴ്സൊന്നുമില്ല. കാരണം മുമ്പ് ചെയ്തിരുന്ന പോലെയല്ല ഇന്ന് ചെയ്യുന്നത്. ഇന്ന് ടെക്നോളജികളിൽ തന്നെ പുതിയ പുതിയ ടെക്നോളജികളും അങ്ങനെ ആ സ്പെക്ട്രം അങ്ങോട്ട് വളരെയധികം എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഇന്ന് ഓപ്പർച്യൂണിറ്റി കൂടിയിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് അവന്യൂസ് വന്നു വികസിക്കാൻ. ഇപ്പോൾ എല്ലാ ഏരിയയിലും വേണ്ട. ഇപ്പോൾ ഫുട്ബോൾ കളിക്കായാലും അതിനും വലിയ ഡിഗ്രി പ്രൊഫഷണലിസം അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ ഏരിയ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണെങ്കിൽ അതിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്തു ഇൻഫർമേഷൻസ് ഒക്കെ. അപ്പോൾ ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് കുറയല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടിയിരിക്കുക. അപ്പോൾ പിന്നെ ഇതിന് പൈസയൊന്നും വേണ്ട. പൈസ തീരെ ആവശ്യമില്ലാത്തതാണ് വലിയൊരു സംരംഭകനാവാൻ. ഏറ്റവും നല്ല അതാണ്. നമ്മൾ അങ്ങനെ തുടങ്ങണം. ഏതെടുത്തോ, ബൈജൂസ് ആപ്പൊന്നും ഒരു പൈസ അത് എന്തെടുത്തോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല. എല്ലാം അത് എല്ലാം ചെറിയതിൽ നിന്ന് തുടങ്ങി വരുന്നതാണ്. ബൈജൂസ് ആപ്പൊക്കെ ഒരാളിരുന്നു അല്ലെങ്കിൽ രണ്ടാളിരുന്നു. ഇതിൽ നിന്നാണ് ഇത്രയും അധികം എൻജിനീയേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ആവശ്യങ്ങളുണ്ടാവും, നീഡുകളുണ്ടാവും. ഒരാളെയും കൂടി അപ്പോയിൻറ്റ് ചെയ്തു, പിന്നെ ഒരാളെയും കൂടി അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെയാണ് അത് കൂടി വരുന്നത്. തുടങ്ങുമ്പോൾ വെറും 28,000 എംപ്ലോയീസ്, ഇനി അതിങ്ങനെ കൂടി വരിക. കാരണം നീഡ് ബേസ് ആയിട്ട് കൂടി വരിക. അത് അവർ തന്നെ നാളെ ലീഡർഷിപ്പിലെത്തണമെങ്കിൽ അവരെ തന്നെ വളർത്തിക്കൊണ്ടുവരണം, കണ്ടിന്യൂസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരണം. അവരെ പുതിയ നോളേജുകൾ കൊടുക്കണം. അങ്ങനെയാണ് ഓർഗനൈസേഷണൽ നോളേജ് വർദ്ധിക്കുന്നത്. അപ്പോൾ ഒന്നും നമ്മൾ ഇന്ന് കാണുന്ന വലിയ എൻ്റർപ്രൈസ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വളർന്ന് വന്നതല്ല. അത് ആ പാഷനും ഡ്രൈവും പെർസിവിയറൻസും കൂടി ഉണ്ടാക്കിയിട്ട് വളർത്തി കൊണ്ടുവരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓപ്പർച്യൂണിറ്റി യാതൊരു സ്കേഴ്സിറ്റി ഇല്ല എന്ന് മാത്രമല്ല, ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. കാരണം ഇന്ന് ഇൻഫർമേഷൻസൊക്കെ ഫിംഗർ ടിപ്പിലാണ്. ഞങ്ങളുടെയൊക്കെ ഉള്ളപ്പോൾ ഇൻഫർമേഷൻസൊക്കെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ഫോൺ ചെയ്ത് അതെ അന്നൊരു ഫോൺ ചെയ്താൽ ബുക്ക് ചെയ്ത ഇവിടെ നിന്ന് തൃശ്ശൂർ ടൗണിലേക്ക് ബുക്ക് ചെയ്താൽ 6 ദിവസം കാത്തിരിക്കണം, ചിലപ്പോൾ കിട്ടിയില്ല എന്നും പറ്റും. എന്നാൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഫോൺ ട്രങ്ക് ബുക്ക് ചെയ്യണം. അതല്ലല്ലോ, എല്ലാ ഇൻഫർമേഷൻസും ഫിംഗർ ടിപ്പിലുണ്ട്. സെർച്ച് എൻജിൻസ് ഒരുപാടുണ്ട്, ഏതിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കിട്ടും. മണപ്പുറം ഫൗണ്ടേഷൻ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ വെറുതെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളതല്ല. അപ്പം സാധാരണ താഴെത്തട്ടിലുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ CA പോലത്തെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമി. അവിടെയും പ്രിഫറൻസ് കൊടുക്കുന്നത് താഴെത്തട്ടിലുള്ളവർക്ക്. അതും അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഹിമ പോലത്തെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് സാർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ജിം, അതായത് ശരിക്കും സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷനിലുള്ള ഓരോ സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയായിരുന്നു അത്? ശരിക്കും നമ്മളൊരു CSR എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ ആക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ സാർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ എഡ്യൂക്കേഷൻ തന്നെ എടുത്താൽ, കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോൾ ഒരു സാധാരണ ഒരു സ്കൂളാണെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി പ്ലേസ് ദർ, വൈ ഷുഡ് വി എൻ്റർ? അപ്പോൾ വി ഷുഡ് മേക്ക് എ ഡിഫറൻസ്. ഇന്ന് ഞാൻ അതുകൊണ്ട് അവിടെ നമ്മൾ സ്കൂൾ റൺ ചെയ്യണമെങ്കിലും അതിപ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുത്തു വരുന്നത് ടെക്നോളജിയാണ്. കാരണം ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ കാലമാണ്, വെർച്വൽ ക്ലാസ് റൂംസ്, അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി. അപ്പോൾ വൈ ഷുഡ് വൺ കം ടു ദ മണപ്പുറം സ്കൂൾ, മജീദ് ഓർ പൂത്തപുരം? കാരണം വാട്ട് ഈസ് ദ ഡിഫറൻസ്, വാട്ട് ഈസ് ദ യുണീക്ക് ഫീച്ചർ? യുണീക്ക് ഫീച്ചർ ഇസ് അതിലിപ്പോൾ എന്താ വെച്ചാൽ ഒരു കുട്ടി അവിടെ നിന്ന് പഠിക്കുന്നു. കുട്ടിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഏതിലാണ് താല്പര്യം.
ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ആ ഫിസിക്സിൽ അത് പഠിക്കുമ്പോൾ പിന്നത്തെ നോളജ് വേണം, പിന്നത്തെ നോളജ് വേണം. അപ്പോൾ അതിലേക്ക് പോകാനായിട്ടുള്ള ഡിജിറ്റൽ ലൈബ്രറി അവന് ഉണ്ടായിരിക്കണം ഏത് ലെവലിലും. ഇപ്പോൾ ഒരു ബയോളജി പഠിക്കുകയാണെങ്കിൽ ഹാർട്ടിനെ പറ്റി പഠിക്കുന്നു. ഒരു ചിലപ്പോൾ 2 പഠിക്കുന്ന കുട്ടിക്ക് ഹാർട്ട് എന്താണെന്ന് മനസ്സിലാക്കണം, ഹാർട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് അറിയണം. അതൊക്കെ പോകുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്നത്. കാരണം അവൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഇപ്പം അത് മാത്രമല്ല, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് അവൻ്റെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത്. പിന്നെ ടീച്ചേഴ്സ്, പേരൻസ് അന്വേഷിച്ച് വരണ്ട. പേരൻസിന് അവരുടെ തന്നെ മൊബൈലിൽ കിട്ടും ഈ കുട്ടിയുടെ ഏത് ഇൻട്രസ്റ്റ് എന്ന്. അത് ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യണമല്ലോ, സിസ്റ്റം പോസ്റ്റ് ചെയ്യും. അപ്പോൾ പേരൻസിനും അറിയാം കുട്ടിയുടെ ഇൻട്രസ്റ്റ് എങ്ങനെ പോകണം. അപ്പോൾ അതിലാണ് നമ്മൾ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലിപ്പോൾ ഒരു പാഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പം എല്ലാവരും സ്കൂളുണ്ട്, നമുക്ക് സ്കൂളുണ്ടെന്ന് പറഞ്ഞാൽ അതിലെന്താ വാട്ട് ഈസ് വി ആർ നത്തിങ്. അതുപോലെ തന്നെ ഒരു CA അക്കാഡമിയിൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ കിട്ടാത്ത, അതിനെപ്പറ്റി കേൾക്കാത്ത കുട്ടികൾക്ക് പഠിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്കൂൾ വന്നു, ഈ സ്കൂള് മൈ വിഷൻ ഈസ് ഇറ്റ് ഷുഡ് ബി വലപ്പാട് ഷുഡ് ബി നോൺ ആഫ്റ്റർ ദാറ്റ് സ്കൂൾ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അതിപ്പോൾ നമ്മളിങ്ങനെ വലുതായി കൊണ്ടുവരുന്നുള്ളൂ. താഴെത്തട്ടിലുള്ള ആളുകൾ ഇതൊക്കെ. കാരണം എന്നാലാണ് നമ്മളുടെ സൊസൈറ്റിയിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. സാർ ഇതുവരെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴും ലൈഫ് എന്ന് പറയുന്നത് കോംപ്രമൈസാണ്. സാറിന്റെ മനസ്സിലൊരു കോംപ്രമൈസ് എന്നൊരു കൺസെപ്റ്റ് ശരിക്കും എന്താണ്? ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല. കാരണം നമ്മുടെ വിഷൻ മറ്റുള്ളവരുടെ വിഷൻ അതുപോലെ എത്തില്ല. അപ്പോൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും പലപ്പോഴും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളതായിട്ടുള്ള ഫാക്കൽറ്റീസിനെ കിട്ടില്ല. അപ്പോൾ ഉള്ള ഫാക്കൽറ്റീസിന് ഉള്ള നോളജ് കൊണ്ട് കോംപ്രമൈസ്, അവിടെ ആ ഒരു ഇതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാമെന്ന് പറ്റും. പക്ഷേ എന്നിട്ട് അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിട്ട് കൊണ്ടുവരേണ്ട ഫർദർ നമ്മുടെ വിഷനിൽ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ഒരുപാട് അതിൻ്റെ ക്ഷമ കാണിക്കേണ്ടി വരും. കാരണം നമ്മളുടെ ഒരു വിഷൻ ഇങ്ങനെയാവുമ്പോൾ ഒരിക്കലും ഒരു ഓവർനൈറ്റ് കിട്ടില്ല. ഞാൻ ഈ സ്കൂളിൽ ആ സോഫ്റ്റ്വെയറിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഇപ്പോൾ അതിന് മാത്രം വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് 5-10 എഞ്ചിനീയേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിളിച്ചിട്ട് റെഗുലറായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ബ്രീഫ് ചെയ്യേണ്ടി വരും വിളിച്ചിട്ട്, ദിസ് ഈസ് മൈ വിഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഐ ടോൾഡ് ദം ഗെറ്റ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് കൺസൾട്ടൻറ്റ് ഫസ്റ്റ് ഹു ഈസ് നോട്ട് ഡെവലപ്പിംഗ് എനി ഓഫ് ദീസ് തിങ്. Then with this help go for an most outstanding platform in the world. അതുകൊണ്ടായില്ല. ഇപ്പോൾ പ്ലാറ്റ്ഫോമൊക്കെ കുറേ റെഡി ആയി, അതിൽ കൂടെ നമ്മളും കുറേ കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി കണ്ടൻറ്റ് കിട്ടണം, അതാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ അതിന് ഇപ്പോൾ വേറൊരു കൺസൾട്ടൻറ്റ് നമ്മൾ വെച്ചു, ഇവരും വരുന്നു. ഹൂ ആർ ദ ഏജൻസീസ്? ഒരേ ഏജൻസി കിട്ടില്ല. ഇപ്പോൾ ഫിസിക്സിന് ഏതാണ്, കെമിസ്ട്രിക്ക് ഏതാണ്, ബയോളജിക്ക് ഏതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് CAക്ക്. കാരണം ഐ വാണ്ട് ടു മേക്ക് ദ ലേണിംഗ് വെരി സിമ്പിൾ ഫോർ ദം, വെരി സിമ്പിൾ. ഇപ്പോൾ ഇവിടുത്തെ ഡ്രൈവേഴ്സിനെ നോക്കിയാൽ അറിയാം, അവർ ഒരു വണ്ടിയുമെല്ലാം കുറല്ല അതൊന്നും ഉണ്ടാവില്ല. ദേ ആർ വെരി സോഫിസ്റ്റിക്കേറ്റഡ്. ഇവിടുത്തെ അത് അങ്ങനെ ആയതിലാക്കിയതാണ്. കാരണം they have to pass several modules. They are incentivized for maintaining the vehicle. അത് മാത്രമല്ല അവർക്ക് ടെക്നോളജിക്കൽ സപ്പോർട്ട്. അങ്ങനെയാണ് അങ്ങനൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഡ്രൈവറെ ആക്കി മാറ്റുന്നതാണ് ഇനി ഡ്രൈവർ ജോയിനിങ് മലപ്പുറം. ദെൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ടു ദം, ജിയോഗ്രഫി, ടു യൂസ് ദ മോഡേൺ ഗാഡ്ജറ്റ്സ്, ഇതൊക്കെ കണ്ടിന്യൂസ് ട്രെയിനിങ് കൂടെ അവർ പഠിപ്പിക്കുക. ഈ കൊറോണയുടെ സമയത്ത് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് സാറിന് ശരിക്കും ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞിരിക്കുകയാണ്. ശരിക്കും ഡിപ്രഷൻ അടിച്ചിട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ബിസിനസ് തകർന്ന് ചിലപ്പം സാലറി കുറഞ്ഞിട്ടുണ്ടാവും, ഫാമിലി ഇഷ്യൂസ് കൂടുതൽ. അപ്പോൾ അങ്ങനത്തിൽ കോൺഫിഡൻസും പോയി ഡിപ്രഷനിലാണ് പലരും. അത്രയും ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. അവരോടായിട്ട് സാറിന് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഈ ചലഞ്ചസ് ഉള്ള
അടുത്ത് മാത്രമേ ഓപ്പർച്യൂണിറ്റീസ് എടുത്തിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതല്ല. ലുക്ക് അറ്റ് ജപ്പാൻ, എപ്പോഴും ലുക്ക് അറ്റ് ഇസ്രയേൽ, അവിടെയൊക്കെ എപ്പോഴും ചലഞ്ചുകളാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ അലർട്ടാണ്, ആളുകൾ വളരെയധികം ഇന്നോവേറ്റീവാണ്. ഇപ്പോൾ ജപ്പാനിൽ എപ്പോഴും നമുക്കറിയാം അഗ്നിപർവ്വതങ്ങളുടെ നാട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് പല ഇതുകളുണ്ടായി. വേൾഡ് വാറിൻ്റെ കൊണ്ടുണ്ടായിട്ടുള്ള തകർച്ചകൾ ആ രാജ്യങ്ങൾ വികസിച്ചിട്ടുള്ളൂ. എപ്പോഴും ഈ ഇങ്ങനെയുള്ള ഈ പാൻഡമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഒരു യുദ്ധം, അല്ലെങ്കിൽ വേൾഡ് വാറൊക്കെ, ഇറ്റ് ഹാസ് ഓൺലി ക്രിയേറ്റഡ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ചലഞ്ചസ് ഉണ്ടോ അവിടെയാണ്? അവിടെയാ മാത്രമേ, അല്ലെങ്കിൽ പീപ്പിൾ ഗോ ലേസി. വെൻ യു ആർ ബോൺ ഇൻ ടു ലക്ഷറി, യു നാച്ചുറലി ടേൺ ഇൻ ടു ലക്ഷറി, ഈസി. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഞാൻ വളരെ പാവപ്പെട്ട വീട്ടിൽ, എനിക്ക് ആ അവസരം കിട്ടിയില്ല, ഒരു അവസരം കിട്ടിയില്ല എന്നുള്ളതൊന്നും ഞാൻ അങ്ങനെ ആരെയും പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ചിലപ്പോൾ സഹായത്തിനൊക്കെ വരുന്നുണ്ട്, പറയാറുണ്ട്, വല്ല ഹെൽപ്പൊക്കെ ചോദിച്ചു വരും. അപ്പോൾ ഞാൻ പറയുന്നത് ദിസ് ദ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. അത് ഇല്ലായ്മയാണ്. പക്ഷെ അത് ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെയൊക്കെ ഉണ്ടായത്. സാറ് പറഞ്ഞ വലിയൊരു മെസ്സേജാണ്, ഇല്ലായ്മയാണ് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. നമ്മൾ കൊറോണയിലും അതേപോലെ വെള്ളപ്പൊക്കം വന്നപ്പം ഇനി എന്തൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും ശരിക്കും പറഞ്ഞ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനെ ഒരു പ്രതിസന്ധിയായി കാണാതെ അതിനൊരു എക്സ്പീരിയൻസ് ആയിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും കാണാം. ഇത്ര നേരം സാറ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ സാറിൻ്റെ വിശേഷങ്ങളും സാറിൻ്റെ ഇത്രയും വലിയ ഒരു ആത്മവിശ്വാസങ്ങളും അതേക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.